സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന വിശാലമായൊരു തൊഴിൽ മേഖല നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ ഒരുപക്ഷെ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് BSW MSW സ്ട്രീം. MSW തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ BSW എന്നൊരു ഓപ്ഷൻ നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഇതൊരു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു സോഷ്യൽ വർക്കിനെ പലപ്പോഴും നമ്മൾ ചാരിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചാരിറ്റിയും സോഷ്യൽ വർക്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരാൾക്കൊരു സഹായം വേണം, അത് റേസ് ചെയ്ത് കൊടുത്തു, അത് അവിടെ അവസാനിച്ചു. പക്ഷേ സോഷ്യൽ വർക്ക് അങ്ങനെയല്ല. സഹായം ചെയ്യലല്ല സോഷ്യൽ വർക്ക്. ഒരാളെ അയാളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തരാക്കുക, മാനസികമായിട്ടും മറ്റ് ഫിസിക്കലായിട്ടും അയാളെ പ്രാപ്തനാക്കുക. അയാൾക്കൊരു തൊഴിൽ കണ്ടെത്തി കൊടുത്ത് അത് ചെയ്യുന്നതിന് മെൻ്റലി ആൻഡ് ഫിസിക്കലി അയാളെ പ്രാപ്തനാക്കുക. ഈ വലിയൊരു കർത്തവ്യം നിർവഹിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണിത്. പാശ്ചാത്യ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നെത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ തൊഴിൽ മേഖലയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. റിഹാബിലിറ്റേഷൻ പോലെയുള്ള മേഖലകൾ, പുനരധിവാസം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുരിതമനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുണ്ടാകാം. ഇപ്പോൾ എയ്ഡ്സ് രോഗികളുണ്ടാകാം, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുണ്ടാകാം, അതേപോലെ തന്നെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവരുണ്ടാകാം. വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ നഷ്ടം സംഭവിച്ച് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യമുണ്ടായ ആൾക്കാരുണ്ടാകാം. ആത്മഹത്യാ പ്രവണതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗം, പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവണതയിലേക്ക് പോകുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സെക്ഷുവൽ വർക്കേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഇവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, പുനരധിവസിപ്പിക്കുക. അവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് മാറ്റം വേണമെങ്കിൽ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ വളരെ വിശാലമായൊരു തൊഴിൽ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണിത്. വളരെ ക്ഷമയോടുകൂടെ വളരെ അഗ്രസീവായിട്ട് ഫീൽഡ് വർക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന മേഖല. സർക്കാർ മേഖലയിലും NGOസിലും സ്വകാര്യ മേഖലയിലും ധാരാളം തൊഴിലവസരങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഈ ഭിന്നശേഷി വിഭാഗക്കാരെയും അതുപോലെ തന്നെ മറ്റ് വിഭാഗക്കാരെയും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു മേഖലയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പുനരധിവാസമൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണ് എങ്കിൽ സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ജില്ലാ തലത്തിൽ ഒരു ജില്ലാ സാമൂഹ്യനീതി പ്രൊബേഷൻ ഓഫീസറുണ്ട്. അപ്പോൾ ഈ പ്രൊബേഷൻ ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള ഒരു യോഗ്യത MSW ആണ്. അതുകൂടാതെ ആശുപത്രികളിലും അതുപോലെ തന്നെ വിവിധ പ്രോജക്റ്റുകളിലുമൊക്കെ പ്രോജക്റ്റ് ഓഫീസറും പ്രോജക്റ്റ് മാനേജരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലുകളിൽ സോഷ്യൽ വർക്കറായിട്ട്, ഹെൽത്ത് സോഷ്യൽ വർക്കറായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇപ്പോൾ കോവിഡ് പാൻഡമിക് വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അത് നടത്തുകയൊക്കെ ചെയ്യുന്ന ആ ഒരു തൊഴിൽ മേഖല MSW അല്ലെങ്കിൽ BSW പാസ്സായ ആൾക്കാരുടെ മുമ്പിലുള്ള വലിയ ഒരു സാധ്യതയായിരുന്നു. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ കെയർ ടേക്കർ പോലുള്ള മേഖലകൾ, റിഹാബിലിറ്റേഷൻ പോലുള്ള മേഖലകൾ, ഇവിടെ കൗൺസിലിംഗ് പോലുള്ള മേഖലകൾ, ഇവിടെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന 2 മുതൽ ഒരു 15 വരെ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് വിദേശ രാജ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ളൊരു കോഴ്സും കൂടിയാണ് MSW എന്ന് പറയുന്നത്. നമുക്ക് MSW പാസ്സായിട്ട് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ജോലി സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയൊക്കെ പൊതുവിലുണ്ട്. വെളിയിൽ MSW വിദേശ രാജ്യങ്ങളിൽ വളരെയധികം സാധ്യതകളുള്ള കോഴ്സ് തന്നെയാണ്. പക്ഷെ അവിടെ MSW എടുത്തത് കൊണ്ട് മാത്രം തൊഴിൽ മേഖലയിലേക്ക് ആൾക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. അവിടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കീഴിൽ ഒരു നിശ്ചിത കാലയളവ് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് നേടി നഴ്സിംഗ് കൗൺസിലും പാരാമെഡിക്കൽ കൗൺസിലും ഒക്കെ ആവശ്യപ്പെടുന്നത് പോലുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലുള്ള ഒരു ലൈസൻസിങ് രജിസ്ട്രേഷൻ പ്രോസസ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് പല വിദേശ രാജ്യങ്ങളിലും സോഷ്യൽ വർക്കറായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുക. UK-യും കാനഡയും USA-യും ഒക്കെ സോഷ്യൽ വർക്കേഴ്സിന് ധാരാളം അവസരങ്ങൾ ഒരുക്കുന്ന ഒരു രാജ്യങ്ങളാണ്. പക്ഷേ അപ്പം നമ്മൾ വെറുതെ അങ്ങ് തയ്യാറെടുത്തിട്ട് പോയാൽ മാത്രം പോരാ. ഇവിടെയാണെങ്കിലും UN അടക്കമുള്ള ഓർഗനൈസേഷൻസിലൊക്കെ ധാരാളം സാധ്യതകൾ സോഷ്യൽ വർക്ക് പാസ്സായ പഠിച്ച ആൾക്കാർക്ക് മുമ്പിൽ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ കൃത്യമായിട്ട് അറിയണം എന്ന് മാത്രം പോരാ, നമ്മൾ അഗ്രസീവായിട്ടുള്ള, അതായത് വളരെയധികം റിജക്റ്റ് ചെയ്യപ്പെടുന്ന
ഒരു തൊഴിൽ മേഖല കൂടിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം പലപ്പോഴും ഇതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയയിൽ അതുമായി ബന്ധപ്പെട്ട ജനത പലപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്തു കൊള്ളണമെന്നില്ല. നമ്മളെ തിരസ്കരിക്കുന്ന ഒരു ജനവിഭാഗമായിരിക്കാം. അങ്ങനെ നമ്മളെ തിരസ്കരിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് അവരുടെ അംഗീകാരം പിടിച്ചു പറ്റിക്കൊണ്ട് പോകാനുള്ള, പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികമായ കഴിവ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവും പകലും മഴയും വെയിലും ഒന്നും നോക്കാതെ ചിലപ്പോൾ നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. അതിനുള്ള ഒരു മനസ്സ്, അപ്പോൾ ഒരു പാഷനേറ്റായിട്ട് സോഷ്യൽ വർക്കിനെ കാണാത്ത ഒരാൾക്ക് ഒരിക്കലും ഇവിടെ വിജയിക്കാൻ കഴിയില്ല. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ മിഷനറിയും രാഷ്ട്രീയക്കാരും മറ്റ് സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, മതസംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവർക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത, ഇവർക്കൊന്നും ചെന്നെത്താൻ കഴിയാത്ത, ഇടപെടാൻ കഴിയാത്ത ഒരു സ്പേസാണ് ശരിക്കും സോഷ്യൽ വർക്കർ ഇടപെടുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ അവർക്ക് മാത്രമേ റോള് പ്ലേ ചെയ്യാനും സാധിക്കൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ട്രെയിനിങ്, കൗൺസിലിംഗ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സെഷൻസ് എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് പ്രാക്ടിക്കലായിട്ട് അഗ്രസീവായിട്ടുള്ളൊരു ഫീൽഡ് വർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തൊഴിൽ പഠന മേഖലയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അത് സ്വന്തമായിട്ട് നമുക്ക് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണമെങ്കിൽ ഉപകാരപ്പെടും. അതല്ല, ഒരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് NGOസിലോ ഗവൺമെൻറ് പ്രോജക്റ്റുകളുടെയോ പാർട്ടാകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ വിശാലമായ ഒരു തയ്യാറെടുപ്പാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ആ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം കുട്ടികൾക്ക് ഉണ്ടാവണം. സാധാരണ ഡിഗ്രി പ്രോഗ്രാം പോലെയുള്ളൊരു പ്രോഗ്രാം അല്ല ഇത്. ഓരോ വ്യക്തിക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന, ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് നമ്മൾ ഫേസ് ചെയ്ത സിസ്റ്റംസോ സാധ്യതകളോ ഒന്നും അല്ല നാളെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പ് ഇവിടെ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാനസികമായിട്ട് MSWന് എൻട്രൻസിലൂടെയാണ് അഡ്മിഷൻ കിട്ടുക. ആ എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത് നീറ്റിനോ അല്ലെങ്കിൽ കീമിനോ ജിക്കോ ഒക്കെ പോലെ തയ്യാറെടുത്ത് പോയി എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം തയ്യാറെടുക്കുന്നതുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ കുറേ കൂടി ഈസിയാകും, അത് സമ്മതിച്ചു. പക്ഷേ തയ്യാറെടുക്കാതെ തന്നെ നമ്മുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്ന ഏതൊരാൾക്കും വലിയ തയ്യാറെടുപ്പില്ലാതെ പാസ്സായി എൻട്രി ചെയ്യാൻ കഴിയുന്ന ഒരു പഠന മേഖലയാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഗ്രി പ്രോഗ്രാമുണ്ട്. ഏത് ഡിഗ്രി എടുത്ത ആൾക്കാർക്കും MSWന് ചേരാൻ അനുവാദമുണ്ട്. BSW ചെയ്യണമെന്ന് ചെയ്തവർക്ക് മാത്രമെന്ന് റെസ്ട്രിക്ഷനൊന്നുമില്ല. ആരായാലും അവരൊക്കെ എൻട്രൻസ് പാസ്സായിരിക്കണം. എൻട്രൻസിലൂടെ നമുക്ക് ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാം. അങ്ങനെ സർക്കാരിനോ മറ്റ് സംഘടനകൾക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്തൊരു സ്പേസിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്താൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് മികച്ച അവസരങ്ങളാണ് ഒരുക്കി തരുന്നത്.